ഇവിടെ ഈ വാട്ടർ ടാപ്പ് എവിടെയാണ്? ഇവിടെ. പക്ഷെ അതിനകത്തുനിന്ന് വെള്ളം വരുന്നില്ല. നേരത്തെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് ഞാൻ തീയിലൊഴിച്ചു. അപ്പൊ പെട്ടെന്ന് കെട്ടതാ. അത് കഴിഞ്ഞ് തീ ആടി പടർന്നപ്പോ ഞാൻ അത് അണയ്ക്കാൻ നോക്കിയതാ. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല സർ. പ്രീത, താൻ പേടിക്കാതിരിക്കേ. എന്തെങ്കിലുമൊക്കെ വഴി കാണും. പേടിക്കാതിരിക്കേ. ഒരു മിനിറ്റ് ഒന്ന് മാറും. സാർ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ഈ ജനലിൽ കൂടിയല്ലേ വന്നേ. അതുവഴി പോകാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടായിരിക്കും. ഞാൻ അവിടെ പോയി നോക്കിയിട്ട് നിങ്ങളോട് നിൽക്കേ. ഓക്കെ? ഏട്ടൻ വന്നല്ലോ, ഇനി എല്ലാം അവൻ നോക്കിക്കോളും. ഞാൻ ഇനി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. റോഹിതേട്ടാ സൂക്ഷിച്ച ഇത് വെച്ച് ചെയ്യും. വേഗം വാ. ഓ ഗോഡ്, ആ വഴി അടഞ്ഞല്ലോ. ഗായ്സ്, നമ്മളിത് എവിടെയാണെന്ന് അറിയോ ഏട്ടാ? ഇവിടെ ഒരുപാട് ഭക്ഷണമുണ്ട്. പക്ഷെ പുറത്തെല്ലാവരും വിശന്നിരിക്കായിരിക്കും. ഇത്രയും ഭക്ഷണം ഇവിടെ ഇരിക്കുമ്പോ എങ്ങനെയാ കണ്ടോണ്ടിരിക്കുന്നത്? നമ്മൾ തീയിൽപ്പെട്ട് റോസ്റ്റ് ആവുന്നതിന് മുന്നേ ഇതെങ്കിലും കഴിച്ച അത്രയും ആശ്വാസമാവും. എനിക്ക് നല്ലോണം വിശക്കേട്ടാ, അതുകൊണ്ട് എനിക്ക് കഴിച്ചേ പറ്റൂ. നിന്റെ തലയ്ക്കെന്താ ഭ്രാന്താണോ? ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത് നിർത്തിക്കൂടെ? ഇത് എന്ത് സിറ്റുവേഷൻ ആണെന്ന് എനിക്കറിയില്ല. പറയുന്ന ഓരോന്നിനും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിറ്റുവേഷൻ എന്നല്ല, ഏത് സമയത്ത് അവൻ ഇതുപോലെ ഓരോന്നും വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. കിരൺ, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഏട്ടാ, ഞാൻ കഴിക്കാൻ വേണ്ടി പോരുത്. എന്റെ ദൈവമേ, പ്ലീസ് പ്ലീസ് ഞങ്ങളൊന്ന് സഹായിക്കണേ. ഞാൻ എന്നെക്കാൾ കൂടുതൽ ഇവരെ രണ്ടുപേരും ഓർത്താ വിഷമിക്കുന്നത്. ഇവരെന്ത് തെറ്റാ ചെയ്ത് എന്നെ രക്ഷിക്കാൻ വന്നിട്ട് ഞാൻ കാരണം ഇവിടെ കുടുങ്ങി കിടക്കുന്നു. ഇവർക്കൊന്നും സംഭവിക്കല്ലേ, പ്ലീസ്. യു ഫൈൻ? താങ്ക് യു. ദൈവമേ, എനിക്കൊരു അപേക്ഷയുണ്ട്. സൃഷ്ടിയെ ഞാനിപ്പോ കണ്ടതുപോലെ വേദനയാൽ ഇനി ഒരിക്കലും കാണരുതേ. ഞങ്ങൾ എപ്പോഴൊക്കെ വഴക്കുണ്ടാക്കുന്നോ അപ്പോഴൊക്കെ എനിക്ക് അവളെ ഇഷ്ടമാവുന്നു. പക്ഷെ അവളുടെ കണ്ണുനീർ അതെനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്ത് പറ്റി? സൃഷ്ടിയുടെ വേദന എനിക്ക് എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. I don't know what happening. മോം, ഒരു മിനിറ്റ് ഇവിടെ വരൂ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു കേൾക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വലുതാക്കുന്ന എന്തിനാ? തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാ. അമ്മ എന്തിനാ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ തെറ്റായിട്ട് എന്ത് ചെയ്തു കവിതേ? ഞാൻ തെറ്റായി എന്ത് സപ്പോർട്ട് അവർക്ക് വേണ്ടി ചെയ്തത്? അമ്മ പറയുന്നത് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എതിർക്കാത്തത് എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുള്ളോണ്ടല്ല. നീ എന്താ ഈ ചുറ്റി വളച്ച് പറയുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ. മോം, സരള, അവരെ എന്തിനാ അമ്മ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നേ? ഒരു ഫംഗ്ഷൻ പോലും എങ്ങനെയാ ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. എല്ലാ ഫംഗ്ഷനിലും എന്തെങ്കിലും പ്രോബ്ലം. ഇപ്പൊ നോക്കൂ, ഈ ഫംഗ്ഷനിൽ തീ പിടിച്ചിരിക്കുക. നമ്മുടെ രണ്ടു കുട്ടികളും കിരണും രോഹിത്തും അകത്ത് പെട്ടുകിടക്കുക. അമ്മയ്ക്ക് അവരെ ഓർത്ത് യാതൊരു വിഷമവും. പകരം ആ സ്റ്റുപ്പിഡ് സരള പ്രീതിയെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാലോ? എന്നെ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാനിപ്പോ ആലോചിക്കുന്നത് നീ എന്റെ മോള് തന്നെ ആണോന്നാ. ഓ കമോൺ മോം, നിന്റെ ഉള്ളിൽ ഇപ്പൊ അല്പം പോലും മനുഷ്യത്വം ഇല്ല. മറ്റുള്ളവരോട് സിമ്പതിയോ ദയോ ഒന്നും തന്നെ ഇല്ല. നിന്റെ മനസ്സിപ്പൊ വെറും കല്ല് പോലെ ആയിരിക്കുക. നിനക്ക് ഒട്ടും തന്നെ മനുഷ്യത്വം ഇല്ലതായി പോയോ? നമ്മൾ ആ പ്രീതയുടെ കുടുംബവുമായിട്ട് വളരെ വളരെ ക്ലോസ് ആണ്. നമ്മൾ മനസ്സുകൊണ്ട് അവരോട് ഒരുപാട് അടുത്തവരാണ്. അവർക്ക് ഇതുപോലൊരു ദുരവസ്ഥ വരുമ്പോ നമ്മൾ കൂടെ നിന്ന് സഹായിക്കണം. അതൊരു ചെറിയ കാര്യമല്ല. നിനക്കത് മനസ്സിലാവുന്നില്ലേ? ഐ ജസ്റ്റ് കാന്റ് ബിലീവ് ദിസ്. നിങ്ങൾക്കിപ്പോ ഞാൻ പറയുന്നത് തെറ്റായി തോന്നുക. ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. നമ്മളുമായി അടുപ്പമുള്ള വ്യക്തികളാ. ഹൃദയബന്ധം സ്നേഹം കൊണ്ട് വേണം ജഡ്ജ് ചെയ്യാൻ. നീ എന്റെ മോളാ. നീ എപ്പോഴും എന്റെ അമ്മൂമ്മയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നീ എന്നെ കുറിച്ച് ബഹുമാനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. കുറച്ചെങ്കിലും എന്നെ നീ അനുസരിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇല്ല. പിന്നെ രോഹിത്തിന്റെയും കിരണിന്റെയും കാര്യം, അവര് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാ. എനിക്കതിൽ അഭിമാനമുണ്ട്. അവരിപ്പൊ പ്രീതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. കാരണം പ്രീത എന്ന പെൺകുട്ടി ലക്ഷത്തിലൊരുവൾ. നിങ്ങൾ തെറ്റാ വിചാരിച്ചിരിക്കുന്ന മുത്തശ്ശി. അതുകൊണ്ടല്ല അവര് പ്രീതയെ രക്ഷിക്കാൻ പോയത്. അവര് പ്രീതയെ കെയർ ചെയ്യുന്നത് കൊണ്ടാ. കെയർ തീർച്ചയായും അവരവളെ പ്രണയിക്കുന്നത് കൊണ്ടാ. പക്ഷെ അവർ പ്രണയത്തിൽ അന്ധരാ. പിന്നെ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, രോഹിത് പ്രീതയെ പ്രണയിക്കുന്നത് പോലെ കിരണും ആ പ്രീതയെ പ്രണയിക്കുന്നുണ്ട്. ബ്ലഡി ഫൂൾ. ബേബി, കൺട്രോൾ. നിന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യ പ്ലീസ്.
ഫയർ സേഫ്റ്റി എത്തിയല്ലോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചേട്ടാ വേഗം വേഗം ഒഴിക്ക്. ഒന്ന് വേഗം ചെയ്യ്. വെള്ളം എടുത്തു. എല്ലാരും ഒന്ന് നിക്കൂ, ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ തീ എങ്ങനെ പിടിച്ചത്? അത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല സാർ. കിച്ചണിൽ നിന്ന് പുക വരുന്നുണ്ടായിരുന്നു. അതെ, തീ ആദ്യം കിച്ചണിൽ പിടിച്ചിട്ടായിരിക്കും എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തത്. കിച്ചണിൽ തീ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്റെ മോള് കിച്ചണിലാണ്. ദയവ് ചെയ്ത് അവളെ ഒന്ന് രക്ഷിക്കൂ. എന്റെ പ്രീത ചേച്ചി അകത്ത് കിച്ചണിലുണ്ട്. ഒന്ന് പോയി രക്ഷിക്കൂ പ്ലീസ്. എന്റെ 2 ചേട്ടന്മാരും അകത്താണ്. അതൊക്കെ വിടൂ. നമ്പ്യാർ കുടുംബത്തിലെ 2 പയ്യന്മാരകത്താ. ആദ്യം അവരെ പുറത്തു കൊണ്ടുവരൂ. ഒരാള് ഒരു വലിയ ബിസിനസ്സുകാരനാ, രോഹിത് നമ്പ്യാർ. മറ്റേത് വലിയ ക്രിക്കറ്റ് പ്ലെയർ, വളരെ ഫേമസ് ആ, കിരൺ നമ്പ്യാർ. അവരെ 2 പേരെ ആദ്യം കൊണ്ടുവരൂ, ബാക്കിയുള്ളവരെ പിന്നെ. നോക്കൂ മേഡം, അവരെ രക്ഷിക്കാൻ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. ആരെ ആദ്യം കണ്ടാലും അവരെ രക്ഷിക്കും. അതിനുശേഷം അടുത്തയാളെ ഓരോരുത്തരെയായി രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ സാർ പെട്ടെന്ന് ചെല്ല്. അകത്തിപ്പോ 4 പേരാ ഉള്ളത്. എന്റെ മോളും കിരണും രോഹിത്തും പിന്നെ എന്റെ കുടുംബത്തിലെ തന്നെ വേറൊരാളും. പ്ലീസ് സാർ, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യേ സാർ പ്ലീസ്. കാര്യം പറയുന്നത് ഓ ജാനകിയുടെ ആണോ? പൊന്നമ്മ, അവരിപ്പോൾ മരിച്ച സ്വർഗത്തിലെത്തി കാണും. എപ്പോഴേ എത്തിക്കാണും. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഇവരിപ്പോ ഇവിടെ എത്തിയത്. ഒന്നും പേടിക്കണ്ട. ഇപ്പോ ഫയർ ആൻഡ് സേഫ്റ്റി എത്തിയല്ലോ. നമ്മുടെ കുട്ടികൾക്ക് ഒന്നും വരില്ല. എനിക്ക് ദൈവത്തിൽ 100% വിശ്വാസമുണ്ട്. ദൈവം നമ്മുടെ കുട്ടികൾക്ക് ഒന്നും വരത്തില്ല. സമാധാനമായിട്ട് ഇരിക്കും, എല്ലാം ശരിയാകും. കമോൺ എവരിബഡി, നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. 4 പേരാണ് അകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. നമുക്കവരെ എല്ലാവരെയും രക്ഷിക്കണം. അതുകൊണ്ട് എല്ലാ മുറികളും വളരെ ശ്രദ്ധിച്ചു നോക്കണം. ഒന്നുപോലും വിടരുത്. മനസ്സിലായല്ലോ? ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗായ്സ്, എന്റെ വയർ നിറഞ്ഞിരിക്കാം. ഞാൻ ഇനി മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വളരെ ഹാപ്പിയാ. ശരിയല്ലേ പാവക്കെ? കിരൺ, എന്നെ എന്റെ ഏട്ടനെ ഒരു കലപ്പയിൽ കെട്ടാം. ഏട്ടൻ ബിസിനസ് ചെയ്യും, ഞാനിങ്ങനെ ഇതാ കഴിച്ച് വിശ്രമിച്ചോണ്ടിരിക്കും. സമീർ പറയേ. രോഹിതേട്ട, ചേട്ടന്റെ ഫോണിന് എന്തായിരുന്നു പ്രശ്നം? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാം. കിരൺ ചേട്ടനെ വിളിച്ചിട്ട് എടുത്തില്ല. എടാ, ഞാനിപ്പോ എന്റെ ഫോണിലെ സ്പീക്കർ ഇടാം. കിരൺ എന്റെ കൂടെ ഉണ്ട്, അവനും കേൾക്കാം. താങ്ക് ഗോഡ്, നിങ്ങൾ 2 പേരും ഒരുമിച്ചുണ്ട്. സമീർ, നീ ഒരുപാട് ഫൺ മിസ് ചെയ്തു. ഇങ്ങോട്ട് വാ, ഇവിടെ ഒരുപാട് ആഹാരമുണ്ട്. പുറത്തെല്ലാരും പട്ടിണിയല്ലേ? ഞങ്ങൾ ഇവിടെ ആഹാരത്തിന് ചുറ്റും നിൽക്കുന്നേ. എന്ത് കഴിക്കണമെന്ന് പോലും അറിയില്ല. നല്ല ചൂടുകൊണ്ടടാ. നീ വരുന്നു ഇങ്ങോട്ട്. സാറ് പറഞ്ഞത് ശരിയാ. ഇവന് ശരിക്കും ഭ്രാന്താ. നീ സംസാരിക്കുന്ന കേട്ടാ ആരുടെ തലയും കറങ്ങി പോവും. സമീർ, നിന്റെ ഈ കിരൺ ഉണ്ടല്ലോ, അവന് ശരിക്കും ഭ്രാന്താ. ഞങ്ങൾ ഇവിടെ തീയില് പെട്ടി കിടക്കുക. പക്ഷെ അവന്റെ സംസാരം കേട്ടാ തോന്നും ഏതോ പാർട്ടിയില് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ. സൃഷ്ടി, എന്തു പറ്റി? പ്രീത. ആ സമീർ പറഞ്ഞോളൂ. ചേച്ചി, ചേച്ചി, സൃഷ്ടി, സൃഷ്ടി, നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. ചേച്ചി, ഇവിടെ ഫയർഫോഴ്സുകാർ എത്തിയിട്ടുണ്ട്. അവരിപ്പോ അവരുടെ ജോലി തുടങ്ങും. ചേച്ചി രക്ഷിക്കാൻ ഇപ്പൊ അവരങ്ങോട്ട് വരും. രോഹിതേട്ടനെ കിരൺ ചേട്ടന്റെ കൂടെ. എന്താ? അത് അവർ 3 പേരും കിച്ചണില്ല. ഞാൻ അവരോട് പോയി പറയട്ടെ. ചേച്ചി, ഞാൻ അവരോട് പോയി പറഞ്ഞിട്ട് വരാം. നിങ്ങൾ 3 പേരും ഒരു സ്ഥലത്താ ഉള്ളത്. കിച്ചണിലാണെന്ന്. ഞാനിപ്പോ വരാം. ഓക്കെ സമീർ, അവരോട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ. പെട്ടെന്ന്. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം ശരിയാവും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ ഗൈസ്. ഈ കർച്ചീഫിൽ കൂടെ ബ്രീത്ത് എടുക്കുക. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പുക അടിക്കില്ല. എടാ, നീ ശരിക്കും സീരിയസ് ആണോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കർച്ചീഫെങ്കിലും കയ്യിൽ വെക്കണമെന്ന്. ഇത് വെച്ചോ. വേണ്ട വേണ്ട, താൻ വെച്ചു. പുക വിളിച്ചെന്ന് ചിലപ്പോ ബോധം വരെ പോയേക്കും. ശരിക്കും നിനക്ക് പാർട്ടി കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ കർച്ചീഫ് വെച്ചേക്ക്, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞേക്ക്. ഇന്നെനിക്ക് വളരെ നല്ലൊരു ദിവസാ. ഒരു ക്രിക്കറ്റർ ഒരു ഡോക്ടർക്ക് ഹെൽത്ത് അഡ്വൈസ് കൊടുക്കാം. ഗായ്സ്, 3 cheers for me. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ 2 പേരും നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കി. താങ്ക് യു സോ മച്ച്. പ്രീത, താനിപ്പോ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അതെ ഗോപി, നീ അങ്ങോട്ട് പോ. ജോർജ്, നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ഞാൻ ഇവിടെ നോക്കിക്കോളാം. ആന്റി പേടിക്കാതിരിക്കെ, എല്ലാം ശരിയാകും.
ദേ അങ്ങോട്ട് നോക്ക്, ആ ഫയർഫോഴ്സുകാരും ഫയർമാനും എല്ലാരും വന്നിട്ടുണ്ട്. അവര് വളരെ പ്രൊഫഷണൽസ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവര് പ്രീതിയെ രക്ഷിക്കും. പ്രീതി രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ കല്യാണം കഴിഞ്ഞ് നീ പ്രീതിയെ നന്നായി നോക്കുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ സംശയം തോന്നി തുടങ്ങി. സോറി ആന്റി, ആന്റി നിനക്ക് പറയുന്നത് മനസ്സിലായില്ല അല്ലേ? പ്രീതിയെ നോക്കാനുള്ള ചുമതല ഒരേ ഒരു ദിവസത്തേക്ക് ഞാൻ നിനക്ക് തന്നു. എന്റെ മോളിതാ അകത്തിപ്പോ തീ പെട്ടുകിടക്കുക. എന്റെ മോളുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ യാതൊരു കൂസലും ഇല്ലാതെയാണല്ലോടാ നിൽക്കുന്നേ. നിനക്ക് പ്രീതിയെ കുറിച്ച് യാതൊരു വേവലാതി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ലടാ. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്ന സമയത്ത് നീ കൂളായിട്ട് നിൽക്കുന്നു. നിന്നേക്കാൾ നല്ലവരെ രോഹിത് കിരണുമാണ്. അവൾക്ക് അവരൊരു സുഹൃത്ത് മാത്രമാണ്. നല്ലൊരു സുഹൃത്തായി അകത്ത് ചെന്ന് അവളെ രക്ഷിക്കാനെങ്കിലും ശ്രമിച്ചു. അവരുടെ ജീവനെ കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് നീ ചെയ്തതെന്താ? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി അതിന്റെ പകുതി പോലും നീ ചെയ്തില്ലല്ലോ. ആന്റി ഞാനൊന്നും പറയാം. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മനസ്സിലായി. എന്റെ മോക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊരു പ്രശ്നമില്ല. എന്റെ മോൾ അവിടെ തീയപ്പെട്ട് കിടക്കുക. അവക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ എന്ത് ചെയ്യും? ഇത്രയും ആൺകുട്ടികൾ ഉണ്ടായിട്ടും ഞാൻ നിന്നെയാണല്ലോ മോനെ തെരഞ്ഞെടുത്തത് പ്രീതിക്ക് വേണ്ടി. എന്റെ മോൾ ലക്ഷ്യത്തിലൊരുത്തിയ. ഞാൻ വിചാരിച്ച അവള് കണ്ടെത്തിയത് അവക്ക് ചേർന്നൊരു ലൈഫ് പാർട്ണറെ ആണെന്ന്. ഞാൻ വിചാരിച്ച അവള് നന്നായി നോക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. നിനക്കാണേൽ അവളുടെ ജീവനെ കുറിച്ച് ഒരു പേടി പോലും ഇല്ല. നിനക്കറിയോ, അവക്ക് എന്തേലും പറ്റിയാ ഞാൻ എന്റെ ജീവൻ കളയും. നീ അവളെ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിച്ചില്ല. എനിക്കൊരു അബദ്ധം പറ്റി. നീ പ്രീതിക്ക് ചേരുന്ന ചെറുക്കനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. എന്റെ ഏറ്റവും വലിയ അബദ്ധം. എന്നോട് മിണ്ടരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനൊന്ന് പറയട്ടെ. ഈ തീയിൽ ആരും രക്ഷപ്പെടും തോന്നില്ല. എന്നാലും എല്ലാം റെഡിയല്ലേ? ഇത് വല്ലാത്തൊരു തീയാണല്ലോ. നേരെ എന്റെ വയറ്റിലേക്ക് കയറി പോന്നെ. എന്റെ വയറ്റിലാണെങ്കിൽ ഇപ്പൊ തന്നെ ചിക്കനും ബ്രെഡും ഉണ്ട്. വിശ്വാസമായില്ലെങ്കിൽ നോക്ക, എന്റെ വായിന്ന് പുക വരുന്ന കണ്ടില്ലേ? കിരൺ, ഇതിന്റെ കുട്ടിത്തെ കാണിക്കേണ്ട സമയമാണോ? ബിഹേവ് യുവർ സെൽഫ്. പ്രീത, are you okay? പ്രീത, are you okay? നീ ഓക്കെ ആണോ? ഇതൊരു അഡ്വഞ്ചർ പോലെ ആയല്ലോ. നോക്കിയേ പ്രീത, ഇവിടെ മൊത്തം പുകയായിരിക്കാം. ഗായ്സ്, ഇപ്പൊ നമ്മളെ കണ്ട പോപ്പ് ബാൻഡിലെ മെമ്പേഴ്സിനെ പോലെ തോന്നില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയ്ക്ക് ആരോഗ്യമില്ലേ? ഞാൻ മാത്രം ഇപ്പൊ കോൺഷ്യസ് ആയിട്ടുള്ളൂന്നേ. പറയാ, ഏത് പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടേണ്ടത്? പറയാ. കിരൺ, ഡംബോ, ഇങ്ങനെ വയസ്സായ ആൾക്കാരെ പോലെ ചുമക്കല്ലേ. ഇങ്ങനെ ആയ നിന്നെ ആരടി കെട്ടുന്നേ? നീ നിന്റെ വാടച്ചോക്കി എനിക്ക് പോകുമ്പോൾ ഒന്ന് നിൽക്കൂ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ നടക്കുകയാണെന്ന്. ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുടുംബം എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തിന്? ഞങ്ങള് നല്ല ആളുകളാ. ഞങ്ങളെ മുതലെടുക്കുക നിങ്ങള്. പിന്നെ നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ 2 കുട്ടികള്
ഈ തീക്കകത്ത് പെട്ടിരിക്കുക. സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് എന്തിന് നിങ്ങളുടെ മകൾ പ്രീതിയെ രക്ഷിക്കാൻ വേണ്ടി? ഇത്രയായിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ?